സോ ഇന്ന് ആവറേജ് പാർട്ട് 4. ഈ പാർട്ട് 4ൽ നമ്മൾ കുറച്ച് വേർഡ് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. വേർഡ് പ്രോബ്ലംസ് വെച്ചാൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ നോക്കിയത് കുറച്ച് വാല്യൂസൊക്കെ ഇട്ട് തന്നിട്ട് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തു. കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ വേർഡ് പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ ഉണ്ടാവും. എഴുതിക്കോളൂ. ദ ആവറേജ് ഓഫ് 20 values is 80. ഒരു 20 വാല്യൂസ്, 20 നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ 20 ആണ്. 20 വാല്യൂസിൻ്റെ ആവറേജ് അവർ പറഞ്ഞു 18 എന്ന്. ഇഫ് 3 is subtracted from each of the values, then the new average will be. മിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അതന്നെ ഇവിടെയും പറയുന്നത്. ഇഫ് 3 is subtracted from ഈച്ച് പറഞ്ഞാൽ ഓരോരോ വാല്യൂന്നും 3നെ അവർ സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയായിരിക്കാം? പഴയ ആവറേജ് 18, ഓരോരോ വാല്യൂന്നും 3നെ മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ ആവറേജ് ദായ്ക്കോ അവന്തിക്കോ ഓർമ്മയുണ്ടോ? പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. നിങ്ങളോട് പറഞ്ഞില്ലേ ഗ്രേസ് മറ്റേ ഹാൻഡ് റൈറ്റിംഗ് ഗുഡായിട്ടുണ്ടായിരുന്നത് കാരണം +3 മാർക്ക് എല്ലാറ്റിലും കൊടുത്തു. അപ്പോൾ എന്തുണ്ടായി? ആവറേജിൽ +3 മാത്രം ആഡ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെ എല്ലാറ്റിലും 3നെ മൈനസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആവറേജിൽ നിന്ന് എന്ത് ചെയ്യണം? യെസ്, കറക്റ്റ്. ആവറേജിൽ നിന്ന് ജസ്റ്റ് 3നെ മൈനസ് ചെയ്താൽ മാത്രം മതി. 18 -3 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 18 3നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ് ന്യൂ ആവറേജ്. ഇങ്ങനെ ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പറിൻ്റെ ആവറേജ് അവർ തന്നു കേട്ടോ. ആവറേജ് പറഞ്ഞാൽ എന്താ ഞാൻ ഫോർമുല പറഞ്ഞു തന്നത്? ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു പറയൂ. ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 14 കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഈസി 14. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഓഫ് 2 numbers is 17. If one number is 21, find the other number. Average of 2 number is 17. If one number is 21, find the other number. That's the question.
നോക്കൂ, രണ്ട് നമ്പറിൻ്റെ ആവറേജ് ആണ് 17 എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഫോർമുലയിൽ ആവറേജ് എനിക്കറിയാം 17 എന്ന്. രണ്ട് നമ്പർ എന്ന് പറഞ്ഞത് കാരണം നമ്പർ ഓഫ് ഒബ്സർവേഷൻ 2 എന്ന് മനസ്സിലായി. നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ അതർ നമ്പർ. ഒരു നമ്പർ അറിയാം. ഇപ്പോൾ സം ഓഫ് ദി ഒബ്സർവേഷൻ പറഞ്ഞാൽ എന്താ, എല്ലാ നമ്പറിൻ്റെയും കൂടുതൽ നമ്മൾ നോക്കും, അല്ലെങ്കിൽ സമ്മാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഒരു നമ്പർ അവർ തന്നു 21, ഇനി ഒരു നമ്പർ നമുക്ക് എന്തെന്ന് അറിയില്ല, അതിന് വേണമെങ്കിൽ എക്സ് എന്ന് എടുക്കാം. ഇതുവരെ മനസ്സിലായോ? നിങ്ങൾക്ക് ഒരു തവണയും കൂടി പറയാം, നന്നായി ശ്രദ്ധിച്ചോളൂ. ആവറേജ്, ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഓഫ് 2 നമ്പർ ഇസ് 17. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ ആവറേജ് 17 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് നമ്പറിൽ ഒരു നമ്പർ പറഞ്ഞു, ഒരു നമ്പർ ഏതാണെന്ന് വെച്ചാൽ 21 എന്ന് പറഞ്ഞു. ഫൈൻഡ് ദി അതർ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു നമ്പർ ഉണ്ടല്ലോ, അത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ദി ഒബ്സർവേഷൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്, രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാറാണ് ചെയ്യുക. അപ്പോൾ ഒരു നമ്പർ നമുക്കറിയാം 21, ഇനിയൊന്നും അറിയില്ല, അതിന് പകരം എക്സ് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ, ഇവിടെ രണ്ട് നമ്പറാണ് ആവറേജ് എടുത്തിരിക്കുന്നത്, രണ്ട് നമ്പറിൻ്റെ. അപ്പോൾ സം ഓഫ് ഒബ്സർവേഷൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 2 എന്ന് എഴുതി. എത്ര ആവറേജ് കിട്ടി? 17. ഇവിടെ ആവറേജിന് പകരം 17, സം ഓഫ് ദി ഒബ്സർവേഷന് പകരം 21 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 2. ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ 21 പ്ലസ് എക്സ് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ ഈ 2 ഡിവിഷനിലല്ലേ ഉള്ളത്, ബൈ 2 പറഞ്ഞാൽ എന്താ അർത്ഥം, ഡിവിഷനിൽ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ ഡിവിഷനിലുള്ള 2 ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ 2 എന്നാവും. 17 × 2 34 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 21 പ്ലസ് എക്സ്. ഇവിടെ പ്ലസ്സിലല്ലേ ഈ 21 ഉള്ളത്, ഈ സൈഡ് പോകുമ്പോൾ മൈനസ് സൈഡാണ് ആവുക. സോ 34 മൈനസ് 21 എന്താ ആൻസർ വരിക, പറയൂ. 34 മൈനസ് 21 മൈനസ് ചെയ്ത ആൻസർ പറയൂ. 13. ഇത്ര തന്നെ ആൻസർ വരും. ഇതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനസ്സിലായോ ഇത്? ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. ഇതേപോലെ 3 നമ്പർ ഉണ്ട്. ആ 3 നമ്പറിൽ എനിക്ക് തന്നിട്ടുള്ളത് 2 നമ്പറിനെ കുറിച്ച് തന്നിട്ടുണ്ട്. 10, ഇനി ഒന്ന് 11 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ഒരു നമ്പർ എനിക്കറിയില്ല, അതിന് പകരം എക്സ് എന്നുണ്ട്. ഇനി ഇതിൻ്റെ ആവറേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ആവറേജ് ഒന്ന് 11 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എക്സ് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം ഓഫ് ദി ഒബ്സർവേഷൻ എന്നാൽ 10 പ്ലസ് 11 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സാണുള്ളത്, 1, 2, 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 3 എഴുതി. ആവറേജ് 11 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 10 പ്ലസ് 11 എത്രയാ, 10 പ്ലസ് 11 21 ആയില്ലേ. അപ്പോൾ ഞാനിത് എഴുതുന്നു, 21 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 3. 21 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 3 ഇങ്ങോട്ട് വരുമ്പോൾ 11 × 3 എന്നാവും. 11 × 3 33 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 21. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 33 മൈനസ് 21. എത്രയായിരിക്കും ആൻസർ? 33 മൈനസ് ചെയ്യാണ് ആണ്. 12. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യുമ്പോൾ ഓർമ്മ വന്നോ? ഇവിടെ മിഡിൽ നമ്പർ ഇവിടെ കണ്ട 10 ഉണ്ട്, 10 ഡിഫറൻസ് 1 ആണ് അല്ലേ. ഇവിടെ മിഡിൽ നമ്പർ തന്നെയാണ് ഇവിടെ ആവറേജ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത് മിഡിൽ നമ്പർ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്ത് വരും, ഇവിടെ നിന്ന് 1 കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 12 വന്നിട്ടുണ്ടായിരിക്കും. ഇത്ര എളുപ്പമായിരുന്നു ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കാം. 2 നമ്പർ ഉണ്ട്, ആ 2 നമ്പർ ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു നമ്പർ വന്നിട്ട് 9 ആണെന്നറിയാം, ഇനിയൊരു നമ്പർ എനിക്ക് എന്തെന്ന് അറിയില്ല, അതിനെ എക്സ് എന്ന് കൊടുത്തു. ഇനി ആവറേജ് വന്നിട്ട് ആവറേജ് വന്നിട്ട് 15 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ചെയ്തൊരു
9ന്റെ വാല്യൂ വന്നിട്ട് 15. ആവറേജ് വന്ന് 15. 9 എക്സ്, 9 പറയുന്നത് ഒരു നമ്പർ, ഇനി ഒരു നമ്പർ എക്സ്. ഈ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്പർ അല്ലേ? ഓഫ് സം ഓഫ് ദി ഒബ്സർവേഷൻ പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിൻ്റെ സമ്മാണ് നമ്മൾ ചെയ്യേണ്ടത്, വിച്ച് മീൻസ് പ്ലസ് ആഡ് ചെയ്യണം. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, രണ്ട് നമ്പർ അല്ലേ, അപ്പോൾ 2. ആവറേജ് എത്രയാണ്? 15. 15 വിച്ച് ഇസ് ഈക്വൽ ടു 9 പ്ലസ് എക്സ് ബൈ 2. അപ്പം 9 പ്ലസ് എക്സ് ഇവിടെ ഡിവിഷനിലുള്ള 2 അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിലാവും. 15 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 30, വിച്ച് ഇസ് ഈക്വൽ ടു 9 പ്ലസ് എക്സ്. അപ്പോൾ 9 നമുക്ക് ആ സൈഡ് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പ്ലസ്സിലുള്ള 9 അവിടെ പോകുമ്പോൾ മൈനസിലാവും എക്സ്. അപ്പോൾ എക്സ് എത്രയായിരിക്കും? 21. യെസ്, 21. 21. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ മോഡൽ മനസ്സിലായില്ലേ? ആ ഓക്കെ. സോ ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി തരാം. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പോലെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം കേട്ടോ. ഇത് ഇല്ല, അതുണ്ട്. ഓക്കെ, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ ആവറേജ് ഓഫ് ദ ഹൈറ്റ് ഓഫ് 5 students having height 30, 40, 50, 60, 70. അങ്ങനെയാണെങ്കിൽ ആവറേജ് പറയൂ. 50. കറക്റ്റ്, ഇതാണ് ആവറേജ് വരിക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് മുന്നിൽ ചെയ്തില്ല, അത് ആ മോഡലാട്ടാ. ദ ആവറേജ് ഓഫ് 3 numbers is 24 if one പറഞ്ഞോളൂ. ആ, ക്ലാസ്സിലാണ്. So number, the average of 3 number is 24 if one of the number
18 and the other is 29. Find the third one. The average of 3 number. 3 നമ്പറിൻ്റെ ആവറേജ് അവർ തന്നിട്ടുണ്ട് 24 ആണെന്ന്. അവന്തിക മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഒരു നമ്പർ അവർ 18 എന്നും ഇനിയൊരു നമ്പർ 29 എന്നും പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ നമ്പർ എന്താണ്? സോ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം ഓഫ് ദി ഒബ്സർവേഷൻ പറഞ്ഞാൽ 24 + 18 + എക്സ് മൂന്നാമത്തെ നമ്പർ നമുക്കറിയില്ല. ഡിവൈഡഡ് ബൈ ഞാൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര കൊടുക്കേണ്ടത് പറയൂ? 24 + 18 + x 3 നമ്പർ ഉണ്ട്. 3. യെസ് കറക്റ്റ്. ആവറേജ് എത്രയായിരുന്നു? അല്ല സോറി ഇവിടെ ആവറേജ് 24 ആണ്. ഒരു നമ്പർ 18ഉം ഇനിയൊരു നമ്പർ 29ഉം ആണ് കേട്ടോ. അപ്പോൾ ആവറേജ് എത്രയായിരുന്നു? ദ ആവറേജ് ഓഫ് 3 നമ്പർ ഇസ് 24. So 24 which is equal to 18 + 29 + x divided by 3. ഇനി നിങ്ങൾ ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ പറയൂ. ആണോ? 18 + 27 എത്ര വന്നു? 47 + x 3 അല്ലേ? ഇവിടെ 24. ഈ 3 കൊണ്ട് ഈ 24നെ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് 72 ആയിരിക്കും. ഇവിടെ 47 + x which is equal to 72 which is equal to 47 + x. X will be 72 - 47 which is equal to 34. അല്ലല്ല സോറി 30 25 ആൻസർ. 72 - 47 25 അല്ലേ വരിക? 25. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. In a family consisting of 10 persons, father, mother and the സ്ക്രീൻ കാണുന്നില്ല. ആർക്കത്? എടാ നിന്റെ നെറ്റ്വർക്ക് പ്രശ്നമായിരിക്കും എടാ. റുപ്പീസിന്റെ സിമ്പിൾ ആട്ടോ. ഒന്നും കൂടി എന്താ പറയാ, ഒന്നും കൂടി ഇപ്പൊ കാണുന്നുണ്ടോ? അത് വൈകുന്നേരം ക്ലാസ് ഉണ്ടാവും എന്ന് പറയുന്ന ദിവസങ്ങളിൽ മൊബൈൽ അധികം നെറ്റ് യൂസ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ എന്താവും, നെറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല.
In a family consisting of 10 persons, ആരൊക്കെയാണെന്ന് വെച്ചാൽ ഫാദർ മദർ ആൻഡ് എൽഡസ്റ്റ് സൺ earn rupees 4,000, 3,000 and 4,400 per month. What is the average monthly income of a family number? അല്ല സോറി മെമ്പർ ആണ് കേട്ടോ, ഫാമിലി മെമ്പർ. മെമ്പർ ഫാമിലി മെമ്പറാണ് കേട്ടോ. നോക്കൂ, 10 പേഴ്സൺസ് ഉണ്ട്. പക്ഷേ ഇവിടെ സാലറി എന്ന് പറയുന്നത് ആരുടെയൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഫാദർ മദർ ആൻഡ് ദ എൽഡസ്റ്റ് സൺ മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ. എത്ര രൂപ വീതം? 4,000 രൂപ, 3,000 രൂപ, 4,400 രൂപ പെർ മന്ത്. വാട്ട് ഈസ് ദ ആവറേജ് മന്ത്ലി ഇൻകം? മന്ത്ലി ഇൻകം എത്രയാണ്? ആവറേജ് മന്ത്ലി ഇൻകം എത്രയാണ് ഓഫ് എ ഫാമിലി മെമ്പർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്തായിരിക്കണം ചെയ്യേണ്ടി വരിക? പറയൂ. പറയൂ, ജസ്റ്റ് ഐഡിയ ഇത്രയും നേരം പഠിച്ചില്ലേ? ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിൽ 10 പേരുണ്ട്. അതിൽ പക്ഷേ ഫാദറും മദറും എൽഡസ്റ്റ് സൺ, എൽഡസ്റ്റ് പറഞ്ഞാൽ മൂത്ത മകനും അച്ഛനും അമ്മയും സമ്പാദിക്കുന്ന പൈസയാണ് അവർ പറയുന്നത്. 4,000 രൂപ, 3,000 രൂപ, 4,400 രൂപ പെർ മന്ത്. ഒരു മാസത്തിന് 4,000 രൂപ അച്ഛൻ, അമ്മ 3,000 രൂപ, എൽഡസ്റ്റ് സൺ വന്ന് 4,400 രൂപ സമ്പാദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് മന്ത്ലി ഇൻകം ഓഫ് എ ഫാമിലി മെമ്പർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 10 പേരുണ്ട് എങ്കിലും നമുക്കിവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്ര, വാല്യൂസ് എത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ? ആകെ കൂടി എത്ര വാല്യൂവേ കിട്ടിയിട്ടുള്ളൂ? 3 വാല്യൂവേ കിട്ടിയിട്ടുള്ളൂ. സോ സം ഓഫ് ദി ഒബ്സർവേഷൻ 3,000 പ്ലസ് 4,000 പ്ലസ് 4,400 ഡിവൈഡഡ് ബൈ എത്ര ഐറ്റമാണുള്ളത്? 1, 2, 3. നമ്പർ ഓഫ് ഒബ്സർവേഷൻ 3. ഇനി ഈ 3നെയും ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആവറേജ് എത്ര വരുന്നു പറയും. മിസ് 4,000 പ്ലസ് 3,000 പ്ലസ് 4,400 ചെയ്തു. എത്ര കിട്ടി? 11,400 കിട്ടിയിട്ടുണ്ടാവും. ഡിവൈഡഡ് ബൈ 3 ചെയ്യും. അപ്പം എത്രയാണെന്ന് കിട്ടും? എത്രയാണ്? 3,800. എത്രയാണോ വന്ന്? യെസ്, കറക്റ്റ്.
അവന്തിക നിനക്ക് മനസ്സിലായോ അവന്തിക? ഇവിടെ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഇവിടെ 10% എന്ന് പറഞ്ഞിട്ട് വേഗം പോയി 3 പകരം 10 എഴുതി വെക്കരുത് കേട്ടോ. പക്ഷെ ഇവിടെ ഏൺ ചെയ്യുന്നത് എന്തോ 3 പേര് മാത്രമാണ്. 3 വാല്യൂസേ ഇവിടെ ഗിവൻ ഉള്ളൂ. അത് കാരണം നമ്മൾ മൂന്ന് വാല്യൂസിനെ ആഡ് ചെയ്യുന്നു, താഴെ 3 എന്ന് മാത്രം ഇട്ടു. അങ്ങനെ ചിലവർക്ക് തെറ്റ് പറ്റാൻ സാധ്യത കൂടുതലാണ്. അതാണ് ഇവിടെ ക്ലാരിഫൈ ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്നത് 12th question. The average of is 10. If the average of two numbers is 9, find the third number. ഇതിപ്പോൾ കുറച്ച് മുന്നിൽ പറഞ്ഞു തന്നില്ല, അതേ മെത്തേഡാണ്. ഒന്ന് ചെയ്തിട്ട് ആൻസർ പറയൂ. ആവറേജ് ഓഫ് 3 നമ്പർ, 3 നമ്പറിൻ്റെ ആവറേജ് അവർ 10 എന്ന് പറയുന്നു. ഇഫ് ദ ആവറേജ് ഓഫ് 2 നമ്പർ, 2 നമ്പറിൻ്റെ ആവറേജ് അവർ 9 ആണെന്ന് പറയുന്നു. ഫൈൻഡ് ദ തേർഡ് നമ്പർ. ഇതിൽ 2 നമ്പർ നമ്മളോട് പറയുന്നില്ല. അതിന് പകരം 2 നമ്പറിൻ്റെ ആവറേജ് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ 2 നമ്പർ എന്തെന്ന് കണ്ടെത്തണ്ടേ, അല്ലെങ്കിൽ ആ 2 നമ്പറിൻ്റെ സം എത്രയെന്ന് കണ്ടെത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കാര്യം മാത്രം നോക്കുക. സോ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു, അവരെന്ത് പറഞ്ഞു, ദ ആവറേജ് ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് അത് വന്ന് 9 ആണെന്ന് പറഞ്ഞു. നോക്കൂ, ആദ്യം XYZ എന്ന് പറഞ്ഞ 3 നമ്പർ ഉണ്ടെന്ന് വെച്ചോളൂ. XYZ എന്ന് പറഞ്ഞ 3 നമ്പർ ഉണ്ടെന്ന് വെച്ചോളൂ. ഈ 3 നമ്പറിൻ്റെ ആവറേജ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 10 എന്ന് കേട്ടോ. അപ്പോൾ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു X + Y + Z ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ആവറേജ് എത്രയാണ് പറഞ്ഞു, 10 എന്ന് പറഞ്ഞു. വിച്ച് ഇസ് ഈക്വൽ ടു X + Y + Z ഇവിടെ ഇൻറ്റു 3 എന്നാവും, അപ്പോൾ 30 ആവും. അപ്പോൾ ഈ 3 നമ്പറിൻ്റെ സം നമുക്ക് മനസ്സിലായി എത്രയാണെന്ന്. ഈ 3 നമ്പറിൻ്റെ ആഡ് ചെയ്താൽ 30 കിട്ടുമെന്ന് അറിയാം. പക്ഷേ ഇത് മാത്രമേ നമുക്കറിയില്ല. അപ്പോഴും നമുക്ക് 3 നമ്പർ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അടുത്തത് എന്തിനാ, 10 × 3 മുതൽ ഒന്നുകൂടി പറയൂ. ദ ആവറേജ് ഓഫ് 3 നമ്പർ ഇസ് 10 എന്ന് പറഞ്ഞു. അപ്പോൾ 3 നമ്പർ ഏതൊക്കെയാണെന്ന് അറിയില്ല. സോ XYZ എന്ന് ഞാൻ എഴുതി. ഇനി അതിൻ്റെ ആവറേജ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. 3 നമ്പർ പറഞ്ഞപ്പോൾ 3 ഡിവൈഡഡ് ബൈ 3 എന്ന് ഇട്ടു. വിച്ച് ഇസ് ഈക്വൽ ടു ആവറേജ്. ആവറേജ് പറഞ്ഞാൽ എന്താ, ആവറേജ് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാ, 10. 10 × 3 വിച്ച് ഇസ് ഈക്വൽ ടു X + Y + Z. 10 × 3 എത്രയാണ്, 30 അല്ലേ. അതാണ് ഞാനിവിടെ എഴുതിയത്. ഇനി വേറെ എന്തൊക്കെ പോയിന്റ് തന്നിട്ടുണ്ട്. ഇഫ് ദ ആവറേജ് ഓഫ് സെക്കൻഡ് നമ്പർ ഇസ് ഇഫ് ദ ആവറേജ് ഓഫ് 2 നമ്പർ ഇസ് 9. സോ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ X + Y എന്നുണ്ടല്ലേ, അത് മാത്രം 2 നമ്പർ എടുക്കുന്നു. അത് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 2 നമ്പറിലേ ഉള്ളൂ. ഒന്ന് മ്യൂട്ടാക്കും, ആരോ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഈ 2 നമ്പറല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ 2 നമ്പറിൻ്റെ ആവറേജ് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2 ആണ്. ഒബ്സർവേഷൻ 2 എന്ന് എഴുതണം. എത്ര അവർ പറഞ്ഞിരിക്കുന്നത്, 9 എന്ന്. സോ X + Y എത്രയായിരിക്കും, 9 × 2 എന്ന് വരും. 9 × 2 എത്രയാണ്, 18. അപ്പോൾ X + Y പറയുന്നത് 18 എന്ന് കിട്ടി. നോക്കൂ, ഈ ഇക്വേഷനിൽ X + Yന് പകരം ഞാൻ എത്ര എഴുതാം, 18 എന്ന് എഴുതാം. പ്ലസ് Z വിച്ച് ഇസ് ഈക്വൽ ടു 30. അപ്പോൾ Z എത്രയായിരിക്കും, 30 - 18 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, ദയ നീ കോൾ ലെറ്റർ ഒന്നും എനിക്ക് അയച്ചു തരണം കേട്ടോ. Twelve. 12 കറക്റ്റാണ്.
ഇസെറ്റ് വന്ന് 12 ആണ്. അപ്പോൾ ഒരു തവണയും കൂടി പറയാം, നന്നായി ശ്രദ്ധിച്ചോളൂ. എന്താ ചെയ്ത് ദ ആവറേജ് ഓഫ് 3 നമ്പർ ഇസ് 10 എന്ന് പറഞ്ഞു. നമുക്ക് ഏതാണ് 3 നമ്പർ എന്ന് അറിയില്ല. സോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെറ്റ് എന്ന് എഴുതി. ആവറേജ് 10 എന്ന് പറഞ്ഞപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഫോർമുല എന്താ? ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. സം ഓഫ് ദി ഒബ്സർവേഷൻ, ഇവിടെ ഒബ്സർവേഷൻ എക്സും വൈയും ഇസെറ്റാണ്. സം എന്ന് പറയുമ്പോൾ ഈ മൂന്നിനെയും ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൂന്നിനെയും ആഡ് ചെയ്തു, ഡിവൈഡ് ബൈ 3 എന്ന് എഴുതി കൊടുത്തു. ഇനി ആവറേജ് നമുക്ക് 10 എന്നറിയാം, ഇൻറ്റു ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എന്നാവും. അപ്പോൾ 30 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തതിൽ എന്ത് പറഞ്ഞു? അടുത്ത ലൈനിൽ ഇഫ് ദ ആവറേജ് ഓഫ് 2 നമ്പർ ഇസ് 9. ഈ 2 നമ്പർ എന്ന് പറയുന്നത് ഏത് നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് പ്ലസ് വൈനെ മാത്രം 2 നമ്പറായിട്ട് എടുക്കുന്നു. 2 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ നമ്മൾ എഴുതേണ്ടത്. ഒബ്സർവേഷൻ 2 എണ്ണമല്ലേ ഉള്ളൂ, 2 എഴുതി. അപ്പോൾ എക്സ് പ്ലസ് വൈ പറയുന്നത് 18 ആയിട്ടാണ് കിട്ടുക. അതിനെ കൊണ്ടുപോയി ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഇക്വേഷനിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് പ്ലസ് വൈന് പകരം 18 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഇസെറ്റ്, ഇസെറ്റ് വിൽ ബി 12. ഇത്രയേ ഉള്ളൂ. ഇസെറ്റ് എത്രയാണ്? 12 ആൻസർ. The average age of a group of 5 boys is 15 years. ആരോടാ കഴിക്കാൻ പറയണ അവന്തിക? അനിയനോടോ? അവന്തികയാണോ ദയാണോ പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. എക്സാം വരാൻ പോണോ, അധികം ദിവസങ്ങളില്ല. ഈ വരുന്ന സാറ്റർഡേ സൺഡേ, നാളെ രാവിലെ ഞാൻ ക്ലാസ് എടുക്കും. സാറ്റർഡേ സൺഡേ ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അന്നത്തെ ദിവസമൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റാണ് ഞാൻ തരിക, ഇരുന്ന് ചെയ്യണം. ഈ മാത്സിൻ്റെ ടെസ്റ്റ് ഒന്നുപോലും ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. എങ്ങനെ നിങ്ങൾക്ക് മാത്സിന് മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ ആവറേജ് ഏജ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 5 ബോയ്സ്. 5 ബോയ്സ് ഉണ്ട്. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 15 ഇയർ ആണ്. ഇയർ എന്ന് പറഞ്ഞാൽ IR എന്ന് വെച്ചാൽ ഇയർ, 15 വയസ്സ്. ഇഫ് an another boy of 15 year joins them, find the average of the whole group. അപ്പോൾ 5 പേരുടെ ആവറേജ് 15 എന്ന് പറഞ്ഞു. അപ്പോൾ ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് average which is equal to sum of observation divided by number of observation. Sum of 5 boys, അവർ എത്ര ബോയ്സ് ആയിക്കോട്ടെ, അത് നമുക്ക് ആകെ കൂടി തന്നിട്ടുള്ളത് ആവറേജ് മാത്രമാണ്. അപ്പോൾ 5 ബോയ്സ് എന്ന് പറഞ്ഞത് കാരണം ഞാനിവിടെ ആവറേജ് എഴുതി കൊടുക്കണം. അപ്പോൾ 5 പേരുടെയും 5 പിള്ളേരുടെയും ഇയറിൻ്റെ സം എത്രയാണ്, തുക എത്രയാണ് നോക്കുമ്പോൾ 15 × 5 നമുക്ക് കിട്ടും. സം ഓഫ് ദി ഒബ്സർവേഷൻ ഓഫ് 15 persons, 5 persons. Sum of the 5 boys എത്രയാണ് നമുക്ക് കിട്ടിയത്? മൊത്തത്തിൽ 15 × 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. 15 × 5 എത്രയായിരിക്കും? 75 വരിക. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 75ൻ്റെ കൂടെ ഒരാളും കൂടി ആഡ് ആവുന്നു. അയാൾക്ക് 15 വയസ്സാണ്. അപ്പോൾ എത്ര ഇപ്പോൾ ടോട്ടൽ എത്രയാണ്? ന്യൂ ആവറേജ് കണ്ടെത്തണം. ഇപ്പോൾ ടോട്ടൽ 6 പേരായി. അപ്പോൾ നമ്മളുടെ ആൻസർ 90/6. 75ഉം 15നെയും ആഡ് ചെയ്താൽ 90 കിട്ടും. 90/6. 90/6 എന്താണ് ആൻസർ വരുമോ അതാണ് ആവറേജ്, പുതിയ ആവറേജ്. 90/6 എത്ര വരും നോക്കൂ. 90/6. യെസ്. 15 കഴിഞ്ഞു. സോ ഇതൊരുവിധം മനസ്സിലായ ഇന്നത്തെ ക്ലാസ്? ഓക്കെ. നാളെ മുതൽ വേറെ ചാപ്റ്ററാണ് ഞാൻ എടുക്കുക കേട്ടോ.
ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട്. Average of 4 numbers is 7. If the sum of first 3 numbers is 20. Find the fourth number. Average of 4 numbers. 4 നമ്പറിൻ്റെ ആവറേജ് ഒരു 7 ആണെന്ന് തന്നു. ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 3 നമ്പേഴ്സ് ഇസ് 20. ഫൈൻഡ് ദ ഫോർത്ത് നമ്പർ. ചെയ്ത് നോക്കൂ, കിട്ടുന്നുണ്ടോ നോക്കൂ. 4 നമ്പറിൻ്റെ ആവറേജ് തന്നു, 3 നമ്പറിൻ്റെ സമ്മ തന്നിട്ടുണ്ട്. 4ാമത്തെ നമ്പർ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യാനാണ്. യെസ് യെസ്. ആദ്യം എക്സ് വൈ ഇസെറ്റ്, ആ 4 നമ്പർ ഏതാണ്? 4, 7, 3, 20. ഇല്ലടാ, അങ്ങനെയല്ല. ആവറേജ് ഓഫ് 4 നമ്പേഴ്സ് പറഞ്ഞാൽ അവർ ഏത് നമ്പറാണ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അതിനെയാണ് ഞാൻ എക്സ് വൈ ഇസെറ്റിന് WXYZ എന്ന് എഴുതിയിരിക്കുന്നത്. 4 നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് വിച്ച് ഇസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ആവറേജ് നമുക്ക് 7 ആണെന്ന് തന്നിട്ടുണ്ട്. ആ 4 നമ്പർ നമുക്ക് അറിയില്ല. WXYZ എന്ന് ഞാൻ 4 നമ്പറിനെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്പർ ഓഫ് ഒബ്സർവേഷൻ 4 ആണ്. അപ്പോൾ ഈ 4 നമ്പറിൻ്റെ സമ്മ എത്രയാണെന്ന് നോക്കുമ്പോൾ 7 × 4 28 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത ലൈൻ വായിക്കട്ടെ. അടുത്ത ലൈനിൽ അവർ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ സം ഓഫ് ദി ഒബ്സർവേഷൻ ഓഫ് 3 നമ്പേഴ്സ് ഇസ്, 3 നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് 3 നമ്പർ എടുത്തോ. ആ 3 നമ്പറിൻ്റെ സമ്മ് പറഞ്ഞാൽ എന്താ? 3 നമ്പറിൻ്റെ സമ്മ് പറഞ്ഞാൽ ആഡ് ചെയ്ത നമ്പർ. ഈ 3 നമ്പറിനെ ആഡ് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് 20. അപ്പോൾ ആ 3 നമ്പറിന് പകരം 20 എഴുതിക്കോളൂ, പ്ലസ് ഇസെറ്റ്. അപ്പോൾ ഫൈനൽ ആൻസർ 28 വിച്ച് ഇസ് ഈക്വൽ ടു 20 പ്ലസ് ഇസെറ്റ്. അപ്പോൾ ഈ ഇസെറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഇരുപത് പ്ലസ് 2 22. എത്രയാ കിട്ടി? ഞാൻ വിചാരിച്ചു 2 ആയിരിക്കും. ഇല്ലല്ല, 2 അല്ല. ഇതാക്കിയ ലാസ്റ്റ് ആൻസർ കിട്ടുമോ? ആ, 28. ഇവിടെ 20 ഉണ്ടല്ലേ, ഇത് ഈ സൈഡ് വരുമ്പോൾ -20 എന്നാവും. 28 - 20 എത്രയാ? 8. ഇതാണ് ആൻസർ. ഞാനിപ്പോൾ തന്നെ ഈ PDF നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ എന്താ